ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് ചെയ്യുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് മെൻ്റലിറ്റി ക്വസ്റ്റ്യൻ ആണ്, അതുകൂടാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനുമാണ്. എന്താണ് പറയുന്നത്? ബോയ് എന്ന് പറയുന്നത് 7 ആണ്, വുമൺ എന്ന് പറയുന്നത് 65 ആണ് എങ്കിൽ 65 ആണ്. അതേപോലെ തന്നെ ഗോഡ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പം നമുക്കിവിടെ ബോയ് 7 ആണ് എങ്കിൽ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് വുമൺ 65ഉം ഗോഡ് 9ഉമാണ് എങ്കിൽ ഇത് ശരിയാണോ? ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഈ 2 പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ 2 പ്രസ്താവനയും ചെയ്യേണ്ടത് ഈ ബോയ് 7 എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം, ഇവരെന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ആൽഫബറ്റിൽ ബി എന്ന ലെറ്റർ എത്രാമതാണ് വരുന്നത് വെച്ചാൽ 2ാമത്തെ ലെറ്ററാണ് ബി. ഓക്കെ അല്ലേ? ബി 2ാമത്തെ ലെറ്ററാണ്. ഇനി അടുത്തെന്തോ ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്ററാണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ, വൈ എന്ന് പറയുന്നത് 25ാമത്തെ ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ബോയ്ക്കകത്ത് ബി 2ാമത്തെ ലെറ്ററാണ്, ഒ 15ാമത്തെ ലെറ്ററാണ്, വൈ 25ാമത്തെ ലെറ്ററാണ്. നമുക്ക് ഈ സംഖ്യ എല്ലാം ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, 2 + 15 + 25 = 42 എന്ന് കിട്ടും. ഇവിടെ എല്ലാവരുടെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് 42 കിട്ടി. ഈ 4ഉം 2ഉം വീണ്ടും ഒന്നും കൂടെ നമ്മൾ കൂട്ടണം. ഈ ഡിജിറ്റുകൾ തമ്മിൽ വീണ്ടും കൂട്ടണം. 4ഉം 2ഉം കൂടെ കൂട്ടാം. ഓക്കെ, 4 + 2 = കിട്ടി 6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ, 6 എന്ന് കിട്ടി. ഈ 6ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുന്നതാണ് നമുക്ക് ഈ ബോയ് എന്ന് പറയുന്ന 7 കിട്ടുന്നത്. ഓക്കെ, 6ൻ്റെ കൂടെ നമുക്ക് ഒന്നുകൂടെ കൂട്ടാം. 6 + 1 = 7. ഇതാണ് നമുക്ക് ഈ ബോയ്ക്ക് കൊടുത്തേക്കുന്ന കോഡ് എന്ന് പറയുന്നത്. 6 + 1 = 7. ഇതാണ് നമ്മുടെ ബോയുടെ കോഡ്. ഇതേ കൺസെപ്റ്റ് തന്നെ ഇത് 2-നകത്ത് ഉപയോഗിച്ചേക്കുന്നത് ശരിയാണോ എന്നാണ്, ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇനി നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ്. അടുത്തത് നോക്കാം. വുമൺ നോക്കാം. നമുക്ക് കണ്ടേ ഡബ്ല്യു എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണെന്ന് വെച്ചാൽ 23ാമത്തെ ലെറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? എം എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ ആണ്. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ ആണ്. അതേപോലെ എൻ എന്ന് പറയുന്നത് 14ാമത്തെ ലെറ്റർ ആണ്. ഇവയുടെ എല്ലാവരുടെ സമ്മം നോക്കാം. 23 + 15 + 13 + 1 + 14. ഇതെല്ലാവരും നമുക്ക് കൂട്ടി നോക്കാം. ഇതെല്ലാവരും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 66 എന്ന് കിട്ടും. 66. നമ്മൾ പറഞ്ഞ പ്രകാരം ഇത് എങ്ങനെ വരണം എന്ന് ചോദിച്ചാൽ ഈ 66ന്റെ 6 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 + 6 = 12 എന്ന് കിട്ടും. ഈ 12ന്റെ വീണ്ടും 1ഉം 2ഉം കൂടെ കൂട്ടണം. 1ഉം 2ഉം കൂടുമ്പോൾ 1 + 2 കിട്ടി 3 എന്ന് കിട്ടും. ഈ 3ന്റെ കൂടെ വേണം 1 കൂട്ടിയിട്ട് വേണം 4 എന്ന് വേണം എഴുതാൻ. ഈ അവസാനം 1 കൂട്ടി 4 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അവരെന്താണ് ചെയ്തേക്കുന്നത്? ഇതെല്ലാം കൂട്ടുമ്പോൾ 66 എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ അവസാനം കൂട്ടുന്ന 1 ഇല്ലയോ, ആ 1 കൂട്ടുന്നതിന് പകരം 66ൽ നിന്ന് 1 കുറച്ച് 65 എന്ന് എഴുതിയേക്കുവാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. നമ്മുടെ ഈ ആദ്യത്തെ ബോയിയുടെ കൺസെപ്റ്റ് വെച്ച് 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ ആണേ? ഇനി നമുക്ക് നോക്കാം. ഇനി അടുത്ത നോക്കാം 2ാമത്തത് ഗോഡ് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഗോഡിന് ഓക്കെ, ജി എന്ന് പറയുന്നത് 7ാമത്തെ ലെറ്ററാണ്. അതേപോലെ തന്നെ ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്ററാണ്. ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്ററാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എല്ലാവരും കൂട്ടാം. 7 + 15 + 4 ഓക്കെ 26 എന്ന് കിട്ടും. ഈ അക്കങ്ങൾ എല്ലാവരും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 26 എന്ന് കിട്ടി. ഓക്കെ ആണ്? ഈ 26ൽ എന്ത് വേണം? 2ഉം 6ഉം കൂടെ കൂട്ടാം. 2 + 6 കിട്ടി 8 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7ൻ്റെ കൂടെ 6ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയില്ലേ 7 കിട്ടി. അതേപോലെ 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടാം. 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ കിട്ടി 9 എന്ന് കിട്ടി. ഓക്കെ, ഗോഡ് 9 ശരിയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 1ാമത്തെ പ്രസ്താവന തെറ്റുമാണ്, 2ാമത്തെ പ്രസ്താവന ശരിയുമാണ്. നമ്മുടെ എ ഓപ്ഷൻ നോക്കിയേ, 1 തെറ്റ് 2 ശരി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? ഒന്നും കൂടെ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോണം. ഈ പറയുന്നത് ബോയിയുടെ ബി
OY അതിൻ്റെ എത്രാമത്തെ ലെറ്റർ ആണോ അതെല്ലാം കൂടെ കൂട്ടുക. ആ കൂട്ടി കിട്ടുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒന്നിൻ്റെ ഡിജിറ്റ് എല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 42 എന്നാണ് കിട്ടുന്നത്. ഈ 42ന്റെ 4 2 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 6ന്റെ കൂടെ 1 കൂടെ കൂട്ടുന്നതാണ് 7. ക്ലിയർ ആണല്ലോ? അതേപോലെ ഈ വുമണിന്റെ ലെറ്റർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ സ്ഥാനങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 66 എന്നാണ് കിട്ടുന്നത്. ഈ 66ന്റെ 6 കൂടെ കൂടുമ്പോൾ 12 എന്ന് കിട്ടും. ഈ 12ന്റെ 1 2 കൂടെ കൂടുമ്പോൾ 3 എന്ന് കിട്ടും. 3ന്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 4 എന്നാണ് നമുക്ക് പറയേണ്ടത്. പകരം അവർ അവിടെ കൊടുത്തേക്കുന്നത് 65 എന്നാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഗോഡിന്റെ ജിയുടെയും ഒയുടെയും ഡിയുടെയും ഡിജിറ്റ് എല്ലാം നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 26 എന്നാ. 2 6 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8ന്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 9 കിട്ടും. ഓക്കെ, 9. അപ്പോൾ 1 ശരി, 1 തെറ്റ്, 2 ശരി. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A, B, C ഇവയുടെ ശരാശരി M. AB + BC + CA = 0 ആയാൽ A², B², C² ഇവയുടെ ശരാശരി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് PSC പണ്ടും ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്കിത് നോക്കാം. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ A, B, C ഇവയുടെ ആവറേജ് എന്ന് പറയുന്നത് M ആണ്. ആവറേജ് M ആണ്. ശരാശരി എന്ന് പറയുന്നത് M ആണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, AB + BC + CA = 0 എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് A², B², C²ന്റെ ആവറേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവയുടെ ശരാശരി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നമുക്കപ്പോൾ ഇവിടെ ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. ആ ഇക്വേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇത് വേണം. A, B, C ഇവയുടെ ശരാശരിയാണ് എന്തെന്ന് പറയുന്നത്? M എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരാശരി M എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ശരാശരി കണ്ടുപിടിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. തുക ബൈ എണ്ണമാണല്ലോ ശരാശരി. അപ്പൊ നോക്കാം, Aയും Bയും Cയും കൂടെ കൂട്ടിയിട്ട് എത്ര സംഖ്യ ഉണ്ട്? ഇവിടെ 3 സംഖ്യ ഉണ്ട്. ഈ 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ശരാശരിയായ M കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ Aയും Bയും Cയും കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? M കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A + B + Cയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. A + B + Cയുടെ വാല്യൂ ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ. നമുക്ക് സമത്തിനപ്പുറത്തോണ്ട് കൊണ്ടുപോകാം. സമത്തിനപ്പുറം പോകുമ്പോൾ ഇൻറ്റു ചെയ്യാം. ഈ 3യും M കൂടെ ഇൻറ്റു. അപ്പോൾ 3 × M = 3M എന്ന് കിട്ടും. ഇവിടെ 3 ഡിവൈഡ് ചെയ്തത് സമത്തിനപ്പുറം പോകുമ്പോൾ ഇൻറ്റു ചെയ്താൽ വെച്ചാൽ A + B + Cയുടെ വാല്യൂ എന്ന് പറയുന്നത് 3M എന്ന് കിട്ടി. ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇക്വേഷനകത്തോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോ. A + B + C the whole square is equal to A² + B² + C² plus 2 × AB + BC + CA. ഓക്കെ, ഇത്രയും ആണ് ഒരു ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ? A + B + C the whole square is equal to A² + B² + C² plus 2 × AB + BC + CA. ഈ ഇക്വേഷനകത്തോട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ആണ് ഓൾറെഡി A + B + Cയുടെ വാല്യൂ നമ്മൾ ഇതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 3M എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 3M. ഓക്കെ, ദ ഹോൾ സ്ക്വയർ. 3M ദ ഹോൾ സ്ക്വയർ. അപ്പൊ A, B, Cയുടെ വാല്യൂ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. A, B, Cയുടെ വാല്യൂ 3M എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദ ഹോൾ സ്ക്വയർ = നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ A² + B² + C² plus 2 × AB + BC + CA. 2 × AB + BC + Cയുടെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. 0 ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ 0 അങ്ങ് കൊടുത്ത്. ഓക്കെ ആണല്ലോ? 2 × 0 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3ന്റെ സ്ക്വയർ 9. ന്റെ സ്ക്വയർ M² = A² + B² + C² എന്ന് കിട്ടും. നമുക്ക് 2 × 0 എന്ന് വെച്ചാൽ 0. ഇവിടെ വരെ നിങ്ങൾ ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A²ന്റെയും B²ന്റെയും C²ന്റെയും തുക എന്ന് പറയുന്നത് 9n² എന്ന് കിട്ടി. 9m². ഓക്കെ ആണല്ലോ? നമുക്ക് എന്തുവാ? ശരാശരിയാണ് വേണ്ടത്. തുക ബൈ എണ്ണമാണ് ശരാശരി എന്ന് പറഞ്ഞത്. തുക ബൈ എണ്ണമാണ് ശരാശരി. ഓക്കെ, അപ്പൊ A²ന്റെ B²ന്റെ C² ഈ 3 വാല്യൂസിന്റെ തുകയാണ് ഈ കിടക്കുന്നത്. അപ്പൊ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടുമല്ലോ. അപ്പൊ ഇത് എണ്ണം കൊണ്ട് ഹരിക്കാൻ വേണ്ടി എന്താ? A² + B² + C². ഞാൻ ഇവിടെ എഴുതുക
9m² ഈസ് ഈക്വൽ ടു, അപ്പൊ ഇത് തുകയാണല്ലോ, ഇത് ശരാശരി ആവാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ശരാശരിയായി മാറും. അപ്പോൾ സമത്തിനപ്പുറത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സമത്തിന് ഇപ്പുറത്തും അതേപോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം, ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 9നെ 3 വെച്ചിരിക്കുമ്പോൾ 3 കിട്ടും, 3m² ഈസ് ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് c² ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ a² പ്ലസ് b² പ്ലസ് c² ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് a²ന്റെ b²ന്റെ c²ന്റെ ശരാശരിയാണ്. അത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 3m². അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 3m² ആണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോണം, വളരെ സിമ്പിൾ ആണ്, നമുക്ക് കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, എയും ബിയുടെയും സിയുടെയും ശരാശരി ആവറേജ് എന്ന് പറയുന്നത് m ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എ ബിയും പ്ലസ് ബി സി പ്ലസ് സി എ ഇസിക്കൽ ടു 0 ആണെന്നും പറയുന്നുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് a²ന്റെയും b²ന്റെയും c²ന്റെയും ശരാശരി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കൾ വരെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ, a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാ. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവയുടെ ശരാശരി അങ്ങ് കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും സിയുടെ ശരാശരി m ആണെന്നല്ലേ പറയുന്നത്. അപ്പൊ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, തുക ബൈ എണ്ണം, എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നില്ലയോ നമ്മുടെ ശരാശരി. നിങ്ങൾ എല്ലാവരും ഒന്ന് കൂട്ടിയേ, എയും ബിയും സിയും കൂടെ ഒന്ന് കൂട്ടിയേ, എ പ്ലസ് ബി പ്ലസ് സി എണ്ണം എത്ര ഉണ്ട്, 3 സംഖ്യ ഉണ്ട്. അപ്പൊ 3 നമ്പർ, അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് m എന്ന് പറയുന്ന നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ആദ്യം അപ്പൊ എന്ത് ചെയ്യണം, എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ, സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇൻറ്റു ചെയ്തേക്കണം, 3m എന്ന് കിട്ടും. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഇസിക്കൽ ടു 3m. നമ്മൾ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇക്വേഷനകത്തോട്ട് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ നമ്മൾ 3m എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊടുത്തു. എ പ്ലസ് ബി പ്ലസ് സി മാറ്റിയിട്ട് പകരം നമ്മൾ 3m അങ്ങ് കൊടുത്തു. ഓക്കെ ആണല്ലോ. മുകളിൽ ഒരു സ്ക്വയർ കിടപ്പുണ്ട്, ആ സ്ക്വയർ നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തു. ബാക്കി എന്താണ്, a² പ്ലസ് b² പ്ലസ് c², അത് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സിയുടെ വാല്യൂ 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആ 0 നമ്മൾ അങ്ങ് കൊടുത്തു. 2 ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0. അപ്പൊ ഓൾറെഡി ആ ഭാഗം അങ്ങ് ക്യാൻസൽ ആയി പോയി. പിന്നെ എന്താണ് ഉള്ളത്, 3ന്റെ സ്ക്വയർ 9, m-ന്റെ സ്ക്വയർ n², 9m² എന്ന് പറയുന്നത് a² പ്ലസ് b² പ്ലസ് c² എന്ന് കിട്ടി. ഈ a² പ്ലസ് b² പ്ലസ് c² എന്ന് വെച്ചാൽ a²ന്റെയും b²ന്റെയും c²ന്റെയും തുകയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. തുക കിട്ടി. ശരാശരി എന്ന് പറയുന്നത് എങ്ങനെയാ, തുക ബൈ എണ്ണമാണ് നമ്മളുടെ ശരാശരി എന്ന് പറയുന്നത്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ എത്ര സംഖ്യകളുണ്ട്, 3 എണ്ണമാണ്. a² എന്നും b² എന്നും c² എന്നും പറയുന്ന 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്, അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. അവയുടെ ശരാശരി കാണാൻ തുക ബൈ എണ്ണം 3 കൊണ്ട് ഹരിച്ചു. അപ്പൊ a²നെ b²നെ c²നെ 3 വെച്ച് ഹരിച്ചപ്പോൾ നമുക്ക് അവയുടെ ശരാശരി കിട്ടി. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, സമത്തിനപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെ ഇപ്പുറത്തും ചെയ്തിരിക്കണം. കാര്യം ഈ കിടക്കുന്നത് a² പ്ലസ് b² പ്ലസ് c² തുകയാണ്, ഈ കിടക്കുന്നത് 9m² എന്ന് പറയുന്നതും തുക തന്നെയാണ്. അതിനെ ശരാശരിയിലേക്ക് മാറ്റാൻ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ തുകയും ശരാശരിയിലേക്ക് മാറ്റാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ a² പ്ലസ് b² പ്ലസ് c² ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 9m² ഡിവൈഡഡ് ബൈ 3. 9 നമുക്ക് 3 വെച്ചിരിക്കുമ്പോൾ 3 കിട്ടത്തില്ലേ, 3m² എന്ന് പറയുന്നതാണ് a² പ്ലസ് b² പ്ലസ് c² ഡിവൈഡഡ് ബൈ 3. അപ്പൊ a² പ്ലസ് b² പ്ലസ് c² ബൈ 3 എന്ന് പറയുന്നത് a²ന്റെയും b² c²ന്റെയും ശരാശരി അല്ലേ മക്കളെ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, നേരത്തെ ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്, അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള, വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കും ചിലപ്പോൾ ഇത് ചോദിക്കാം. ഓക്കെ, അടുത്തായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം നേർരേഖയിൽ വരും, എന്നുവെച്ചാൽ സ്ട്രേറ്റ് ലൈനിൽ ഇത് വരുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. വളരെ എളുപ്പമാണ്, നിങ്ങളിത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, എങ്കിലും ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എതിർ ദിശയിൽ വരുന്നത് 22 പ്രാവശ്യമാണ്. ഓക്കെ, എത്ര പ്രാവശ്യമാണ്? 22 പ്രാവശ്യം. ക്ലിയർ ആണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത്, എതിർ ദിശയിൽ വരുന്നത്. ഇപ്പൊ ഉദാഹരണം, ഇത് മണിക്കൂർ സൂചി, ഇത് മിനിറ്റ് സൂചി ആണെങ്കിൽ ഇത് എതിർ ദിശയിൽ വരുന്നത് ഇത് 22 പ്രാവശ്യം വരും. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ 22 പ്രാവശ്യം വരും. അടുത്തത്, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്നത്
കോയിൻസൈഡ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു ദിവസം എത്ര പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യുമെന്ന് വെച്ചാൽ 22 പ്രാവശ്യം ചെയ്യും. 22 പ്രാവശ്യം. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു ക്ലോക്കിലെ ഒരു മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി, അപ്പോൾ ഇതൊരു രണ്ട് സൂചികളും പുറത്തിരിക്കുന്നത് ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ അല്ലേ? ഇച്ചിരി ലൈന് നീളക്കുറവുണ്ടെന്നല്ല ഉള്ളു, ഇതൊരു നേർരേഖ തന്നെയാണ്. അപ്പോൾ എന്താണ്, എതിർദിശയിൽ വരുന്നതും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. മനസ്സിലായല്ലോ? ഒരേ ദിശയിൽ വരുന്നതും ഇത് തന്നെയാണ്, എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 22 പ്രാവശ്യം വീതം വരും. പിന്നെ എതിർദിശയിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം 22 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ ഒരേ ദിശയിലും ഒരു ദിവസം 22 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ 22 കുടുംബത്തിലിട്ട് 44 എന്ന് കിട്ടും. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് നേർരേഖയിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ 44 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു ദിവസം ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർദിശയിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് വെച്ചാൽ 22 പ്രാവശ്യമാണ് വരുന്നത്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം ഒന്നിക്കുന്നത് അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 22 പ്രാവശ്യമാണ്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരുന്ന എത്ര എന്ന് വെച്ചാൽ 22 + 22 = 44 പ്രാവശ്യമാണ്. ഒരു ചോദ്യം കൂടെ അതിനകത്ത് ചോദിക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ലംബമാകുന്നത്, പെർപെൻഡിക്കുലർ ആകുന്നത് അല്ലെങ്കിൽ ലംബമാകുന്നത് എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ അതും 44 പ്രാവശ്യമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ ഭാഗത്തൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 4 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം എതിർദിശയിൽ വരുമെന്ന് വെച്ചാൽ 22 പ്രാവശ്യം വരും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം ഒന്നിക്കുമെന്ന് വെച്ചാൽ അതും 22 പ്രാവശ്യം വരും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം നേർരേഖയിൽ വരും എന്ന് വെച്ചാൽ എതിർദിശ ഒരു നേർരേഖയാണ്, ഒന്നിക്കുന്നതും ഒരു നേർരേഖയാണ്. 22 + 22 = 44 പ്രാവശ്യം വരും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം ലംബമായി വരും, 90 ഡിഗ്രിയിൽ വരും എന്ന് ചോദിച്ചാൽ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ അതും 44 പ്രാവശ്യമാണ്. ഈ പറഞ്ഞതെല്ലാം PSC പല പ്രാവശ്യവും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു ദിവസത്തെ കാര്യമാണ്. PSC മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 12 മണിക്കൂറിനുള്ളിൽ എത്ര ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ 12 മണിക്കൂറിൽ ചോദിച്ചാൽ ഈ പറഞ്ഞേക്കുന്നതിന്റെ എല്ലാം പകുതി നിങ്ങൾ അങ്ങ് എടുത്തേച്ചാൽ മതി. കാരണം ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർദിശയിൽ വരുന്നത് ഒരു ദിവസത്തിൽ 22 പ്രാവശ്യമാണെങ്കിൽ 12 മണിക്കൂറിൽ 11 പ്രാവശ്യമാണ്. അതേപോലെ തന്നെ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം ഒന്നിക്കുന്നത് 22 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിൽ 11 പ്രാവശ്യമാണ്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം നേർരേഖയിൽ വരുന്നത് 44 പ്രാവശ്യമാണെങ്കിൽ 12 മണിക്കൂറിൽ അത് 22 പ്രാവശ്യമായിരിക്കും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം ലംബമാകുന്നത് 44 പ്രാവശ്യമാണെങ്കിൽ 12 മണിക്കൂറിൽ അത് 11 പ്രാവശ്യമായിരിക്കും. 22 പ്രാവശ്യമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഇത്രയും ക്വസ്റ്റ്യൻസും PSC പല പ്രാവശ്യവും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, അല്ലാതെ ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. മെന്റൽ എബിലിറ്റി മീൻസ് ഒരു ബോട്ട് മാസിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. ഈ ബോട്ട് മാസിനകത്ത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് കണ്ട് ഇവിടെ തന്നെ ഉണ്ട്, ഇൻറ്റു ഗുണനം എന്ന് വെച്ചാൽ മൈനസാ, ഹരണം എന്ന് വെച്ചാൽ പ്ലസ്സാ, പ്ലസ് എന്ന് വെച്ചാൽ ഹരണമാ, മൈനസ് എന്ന് വെച്ചാൽ ഗുണനം ഒന്നാ അല്ലെങ്കിൽ ഇൻറ്റു ഒന്നാ. ഓക്കെ ആണേ? എന്നിട്ട് 4 എണ്ണം തന്നിട്ട് 4 ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല. ഇതെല്ലാം തന്നെ കണ്ടുപിടിച്ച് ചെയ്തു നോക്കണം. A ഓപ്ഷൻ ചെയ്ത് നോക്കണം, B ഓപ്ഷൻ ചെയ്ത് നോക്കണം, C ഓപ്ഷനും D ഓപ്ഷനും ചെയ്ത് നോക്കണം. 4 എണ്ണവും ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കിട്ടുന്ന ഏതാണോ അങ്ങനെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്കൊരു ചെറിയൊരു ബുദ്ധി പ്രയോഗിച്ച് നോക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചിലപ്പോൾ കയറാൻ പറ്റിയേക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഞാൻ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നോക്കുക. ഇവിടെ എല്ലാം കിട്ടിയേക്കുന്നത് പൂർണ്ണസംഖ്യകളാണ്. 10, 15 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യ, 10 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യ, 6 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യ, 8 പൂർണ്ണസംഖ്യയാണ്. ഓക്കെ ആണേ? നിങ്ങൾ ഇനി നോക്കിയേ, ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് ഹരണത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതേപോലെ മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ പ്ലസ് വരുന്ന എവിടൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എന്താ, ഇവിടെ ഒരു പ്ലസ് വന്നിട്ടുണ്ട്. ഈ പ്ലസ് എന്ന് വെച്ചാൽ എന്താ, 2. യഥാർത്ഥ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹരണം എന്നാണല്ലോ. അപ്പൊ 2/3 എന്നാണ് ഇവിടെ വരുന്നത്. 2നെ 3 വെച്ച് ഹരിച്ചാൽ പോയിന്റ് വരുവേ, ദശാംശ സംഖ്യ വരുവേ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് ഇവിടുത്തെ പ്ലസ് നോക്കിയേ, ഇവിടുത്തെ പ്ലസ് നോക്കിയേ, 10നെ 3 വെച്ചു. അപ്പൊ 10
10/3 എന്നാണ് ഇതിന്റെ അർത്ഥം. 10നെ 3 വെച്ചരിക്കുമ്പോഴും അവിടെയും പോയിന്റ് വരുവേ. ഓക്കെ, അടുത്ത നോക്കിയാ ഇവിടുത്തെ പ്ലസ് 20/16 എന്നാണ് അത് വരുന്നത്. 20നെ 16 വെച്ചരിച്ചാലും പോയിന്റ് വരുവേ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ 3+5 എന്നാണ് വരുന്നത്. ഇവിടുത്തെ 3+5 3/5 എന്നാണ് ഇവിടെ വരുന്നത്. 3നെ 5 വെച്ചരിച്ചാലും പോയിന്റ് വരുവേ. ഇവിടെ എല്ലാം പോയിന്റ് വരും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന എല്ലാം പൂർണ്ണസംഖ്യയാണ്, പോയിന്റ് വരണ്ട എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പ്ലസ് എന്ന് വെച്ചാൽ ഹരണത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മൈനസ് എന്ന് വെച്ചാൽ ഇൻഡുവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പോയിന്റ് വരാതെ വെട്ടിപ്പോകാൻ സാധ്യത എങ്ങനെ വരണം എന്ന് ചോദിച്ചാൽ ഹരണവും ഗുണനവും കൂടെ അടുത്തടുത്ത് വരണം. ഹരണവും ഗുണനവും അടുത്തടുത്ത്. ഇവിടെ ഹരണത്തെ സൂചിപ്പിക്കുന്നത് പ്ലസും ഡിവിഷനാ, പിന്നെ മൈനസ് ഇൻഡുവിനെ സൂചിപ്പിക്കുന്നത് മൈനസും ആണ്. പ്ലസും മൈനസും അടുത്തടുത്ത് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ആദ്യം നോക്കിയിട്ട് അതൊന്ന് വെച്ചങ്ങ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. പ്ലസും മൈനസും വരുന്നുണ്ട്. ഇവിടെ പ്ലസ് വന്നാൽ തൊട്ടടുത്ത് ഇൻഡു ആണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ പ്ലസ് വന്നാൽ തൊട്ടടുത്ത് ഇവിടെ ഇൻഡു ആണ് വന്നേക്കുന്നത്. ഇവിടെ പ്ലസ് വന്നാൽ തൊട്ടടുത്ത് ഇൻഡു ആണ് വന്നേക്കുന്നത്. ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെയും തൊട്ടടുത്ത് ഇൻഡു ആണ് വന്നേക്കുന്നത്. ഇവിടെ പ്ലസ് വന്നാൽ തൊട്ടടുത്ത് മൈനസ് വരുന്ന ഓപ്ഷൻ ഇതാണ്. പ്ലസ് കണ്ടേ, പ്ലസ് എന്ന് വെച്ചാൽ ഹരണം, മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡു. അപ്പൊ ഇതിൽ വരുന്ന ഓപ്ഷൻ ഈ രണ്ടും അടുത്തടുത്ത് വരുന്ന ഓപ്ഷൻ ഡി ഓപ്ഷനാ. അത് ആദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ശരിയാവും നോക്കാം. ഇനി ഓരോന്ന് കൊടുത്തു നോക്കാം. 8 ഡിവിഷൻ, ഈ ഹരണം സൂചിപ്പിക്കുന്നത് പ്ലസിനെയാണ്. ഓക്കെ, 10 മൈനസ് സൂചിപ്പിക്കുന്നത് ഇൻഡുവിനെയാണ്, ഇൻഡു 3. അടുത്തത് പ്ലസ്, ഈ പ്ലസ് സൂചിപ്പിക്കുന്നത് ഡിവൈഡഡ് ബൈ ആണ്, ഡിവൈഡഡ് ബൈ ഓക്കെ 5. അടുത്തത് ഇൻഡു സൂചിപ്പിക്കുന്നത് നമുക്ക് എന്തിനാണ്, മൈനസിനെയാണ്, -6. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ 8 കിട്ടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ചെയ്തു നോക്കാം. 8 + 10 ഡിവൈഡഡ് ബൈ 3, 10 × 3, 10 × 3 ഡിവൈഡഡ് ബൈ 5 -6 എന്ന് കൊടുക്കാം. 10 × 3 ഡിവൈഡഡ് ബൈ 5, 3 ഡിവൈഡഡ് ബൈ 5 -6. വെട്ട 1 5 5, ഈ 5 ആണല്ലോ 10. 8 + 2 × 3 6 -6. 6ൽ നിന്ന് 6 കുറച്ചാൽ 0 അല്ലേ ഉള്ളൂ. പിന്നെ ബാലൻസ് ഇവിടെ ബാക്കിയെന്നുണ്ട് 8 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 8 വരുന്നില്ലയോ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ഡി ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി ഏത് സംഖ്യ ചെയ്താലും നമുക്ക് പൂർണ്ണമായി ഹരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ഈ പോയിന്റ് ഇവിടെ ഹരിക്കുമ്പോഴെല്ലാം ബാക്കി പോയിന്റ് വരും. പോയിന്റിന്റെ കൂടെ പ്ലസ് കൂട്ടുകയോ മൈനസ് ചെയ്യുകയോ ചെയ്താലും പോയിന്റ് സംഖ്യ അല്ലെങ്കിൽ ദശാംശ സംഖ്യ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഹരണത്തിന്റെ കൂടെ തൊട്ടടുത്ത് ഇൻഡു വരുവാണെങ്കിൽ ഇത് തമ്മിൽ വെട്ടിപ്പോകും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലസ് എന്ന് വെച്ചാൽ ഹരണവും മൈനസ് എന്ന് വെച്ചാൽ ഇൻഡു ആയതുകൊണ്ട് പ്ലസും മൈനസും അടുത്തടുത്ത് വരുന്ന ഓപ്ഷൻ തന്നെ ആദ്യം ചെയ്തു നോക്കാമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡി ഓപ്ഷൻ എടുത്തിട്ട് നോക്കിയപ്പോൾ നമുക്ക് കേട്ടോ. അല്ലാതെ എല്ലാം കൂടെ ചെയ്ത് നമ്മൾ സമയം കളയരുത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് പ്രോപ്പറായിട്ട് രീതി എല്ലാം ചെയ്തു നോക്കണം. എല്ലാം ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് എൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. നമ്മൾ അത്രയും ചെയ്ത് സമയം കളയണ്ട. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ഇത് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. കമന്റ് ഇടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.